മാച്ചുകളൊന്നും അങ്ങനെ കാണാനായിട്ട് പോയിട്ടില്ല. കാണാൻ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്നെ ആരെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ പോവും. ഞാൻ അങ്ങനെ കേരളത്തിന് പുറത്ത് പോയിട്ടില്ല. പിന്നെ കേരളത്തിനകത്താണെങ്കിൽ പോലും കൊല്ലം, ട്രിവാൻഡ്രം, ഒരിക്കൽ കണ്ണൂര് പോയിട്ടുണ്ട്. അല്ല ഞാൻ വേറെ എങ്ങും പോയിട്ടില്ല. ടിക്കറ്റ് തരാം ചേച്ചി 3 പേർക്കും. അത് നീ ഇവിടെ എന്റെ വലത് സൈഡിലും ഇടത് സൈഡിലും ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കേണ്ടി വരും. എന്നെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ വരും. അതേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എങ്ങും അങ്ങനെ അധികം പോയിട്ടില്ല. ഞാൻ കല്യാണത്തിന് ശേഷമാണ്, അതായത് കുറെ നാൾക്ക് മുന്നെയാണ്, ഒരു 7-8 വർഷത്തിന് മുന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അതിന് മുന്നേ ഞാൻ ഭയങ്കര സൈലന്റ് ക്യാരക്ടർ ആയിരുന്നു. കറക്റ്റ് ആയിട്ട് എന്റെ ക്യാരക്ടർ ചേഞ്ച് ആയെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ. എന്നുവെച്ചാൽ ഒരു പേടിയൊക്കെ മാറി എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ വരാൻ തുടങ്ങിയത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ഞാൻ ടിക്കറ്റ് തരാൻ ചോദിച്ചു. ഓക്കെ ഓക്കെ, എനിക്ക് ടിക്കറ്റ് തരുമോ? ഈ വർഷം ഉണ്ടോ നോക്കല്ലേ, നോക്കട്ടെ. ഡാ ഷുവർ, ഈ പ്രാവശ്യം ഉണ്ടെങ്കിൽ തരും. എന്താ നിനക്ക് അവിടെ അല്ല കണക്ഷനും വല്ലതും ഉണ്ടോ? ഓ ഗജനി, ഞാൻ ഗജനി മൂവി കണ്ടിട്ട് വരാം. ഓക്കെ, പോയിട്ട് വാ. നീ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കൊണ്ട് നീ അതിന് അഡിക്ഷൻ ആയിട്ടുണ്ട്. അതാണ് നിനക്ക് കിളി പോയുള്ള ഒരു ക്യാരക്ടർ. എന്റെ റൈറ്റ് സൈഡിൽ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, എവിടെ പോയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ ബ്രോ, പോയിട്ട് വാ. ബൈ. നൈറ്റ് ലൈവ് ഉണ്ട്, വരണം. എന്റെ PK, നീ നിന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വാടാ. ഈ സഞ്ജയ് രാമസ്വാമി ആയിട്ടും ഗജനി ആയിട്ടൊക്കെ വരുമ്പോ നീ വേറെ ഏതൊരു പേഴ്സൺ ആയിട്ട് തോന്നുന്നു. എന്റെ സ്റ്റേഡിയമിന്റെ VIP പാർട്ണർ ആണ്. ഓക്കെ ബ്രോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല അത് ഡിസൈഡ് ചെയ്യുന്നത്. എന്റെ വലത് സൈഡിലും ഇടത് സൈഡിലും ഇരിക്കുന്ന ആൾക്കാർ കൊണ്ടുവരുമെങ്കിൽ ഞാനും വരും. 8 മണിക്കാണോ ലൈവ്? ടൈം 8 മണിയാണ്. ഞങ്ങൾക്ക് 8 മണി ആവുന്നത് ചിലപ്പോ 8:30 ആവുമ്പോഴൊക്കെ ആയിരിക്കും. അതാണ് സംഭവം. വില്ലൻ ഈസ് ബെറ്റർ ദാൻ ബീങ് എ ഹീറോ. ഓക്കെ, സാറിന്റെ അടുത്ത് ടിക്കറ്റ് കിട്ടുന്നെങ്കിൽ ഒരു 20 ടിക്കറ്റ്സ് ഒക്കെ കാണും. ഓക്കെ. അല്ല, അപ്പൊ നിനക്ക് നിന്റെ ഫ്രണ്ട്സിന് കൊടുക്കുകയൊന്നും വേണ്ട? PK ചത്തു ചേച്ചി. എനിക്ക് PKനെയാണ് ഞാൻ എന്റെ അനിയനായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് ആ PKനെ തന്നെ മതി. ഒറ്റയ്ക്ക് എവിടെയും പോകണ്ട. ഞാൻ ഒറ്റയ്ക്ക് എങ്ങും പോയിട്ടില്ല. ഞാൻ എങ്ങും പോയിട്ടില്ല, ഒറ്റയ്ക്ക് എങ്ങും പോയിട്ടില്ല. എനിക്ക് പോകണമെന്നുണ്ട്, ഒറ്റയ്ക്കല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ ചേട്ടനുമായിട്ട് പോകണമെന്നുണ്ട്. തൃശ്ശൂര് വടക്കുന്നാഥന്റെ അടുത്ത് കുറെ നാളായിട്ടുള്ള, കുറേന്ന് വെച്ചാൽ ഏതാണ്ടൊരു 10-12 വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. എന്നെങ്കിലും സാധിക്കും. ഇനി PK വരില്ല. വൈ? ചത്തത് കൊണ്ടാ? ഫ്രീ ടിക്കറ്റ് തരാം ചേച്ചി, VIP അതേയാകുമ്പോൾ ചിക്കിങ് ഒക്കെ ഫ്രീ. ഓക്കെ. ഞാൻ കൂടി പോയ 10 മെമ്പേഴ്സ് കാണും. അത്രേ ഉള്ളോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനല്ല അത് തീരുമാനിക്കുന്നത്. എന്റെ ഇടവും ബലവും ഇരിക്കുന്ന ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും കാണാനൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചില ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് വർക്കൗട്ട് ചെയ്യാൻ നോക്കത്തില്ല. എല്ലാം സഫലമാവുന്ന ഒരു ദിവസം ഉണ്ടാവും നമുക്ക്, അല്ലേ? ഞാൻ എന്താ ഈ പരസ്പര ബന്ധമില്ലാതെ ചേച്ചി സംസാരിക്കാൻ നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ? ഒറ്റയ്ക്ക് പോണില്ല. ചേട്ടന്മാർക്ക് സന്തോഷമായിരിക്കും പോവാൻ, എനിക്ക് നല്ലോണം അറിയാം. ഹരിബ്രോ വരുമ്പോ പോയാ മതി. എന്താ? ഹരിബ്രോ ഉള്ളപ്പോഴേ ഞാൻ പോകത്തുള്ളൂ, അതല്ലേ പറഞ്ഞ. ഹരിബ്രോയും കൊണ്ട് പോണം എന്നുള്ള ആഗ്രഹം നിൽക്കുന്നത് കൊണ്ടാണ് വടക്കുന്നാഥന്റെ അവിടുത്തെ ആഗ്രഹവും ഇപ്പോഴും നിൽക്കുന്നത്. എന്നെങ്കിലും സാധിക്കും.